നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറ് വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷന്റെ 1000 നന്ദി. അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. ലാലേട്ടൻ കി, ലാലേട്ടൻ കി, ലാലേട്ടൻ കി. പ്രിയപ്പെട്ടവരെ അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ പ്ലീസ്. അവിടെ പ്രിയപ്പെട്ടവരെ പ്ലീസ്, നേരത്തെ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അവിടെ ഇരിക്കണം പ്ലീസ്, അവിടെ ഇരിക്കേ, ഇങ്ങോട്ട് മറിയരുത്, അവിടെ ഇരിക്കേ. പ്ലീസ് അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. ഇവിടെ സ്ക്രീൻ ഇല്ല, സ്ക്രീൻ ഇല്ല, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, ഇരിക്കേ, അവിടെ ഇരിക്കേ. ശ്രീ പ്രിയദർശിനെ ആദരിക്കാൻ കഴിഞ്ഞ കൊല്ലം ദുബായിൽ മലയാള മനോരമ സംഘടിപ്പിച്ച പ്രിയൻ പ്രിയങ്കരൻ എന്ന മെഗാ ഷോയുടെ വേദിയിൽ ഒരാൾ അപ്രതീക്ഷിതമായി ഒരു പ്രഖ്യാപനം നടത്തി. മോഹൻലാലിനെയും പ്രിയദർശിനെയും ഒന്നിപ്പിച്ച് ലാഭേച്ഛയില്ലാതെ സൗഹൃദത്തിന് വേണ്ടി മലയാള സിനിമയ്ക്ക് എന്നെന്നും ഓർമ്മിക്കാൻ ഒരു ചിത്രം താൻ നിർമ്മിക്കുമെന്ന് കരഘോഷങ്ങളോടെ, അതിലും വലിയ ആർപ്പുവിളികളോടെ പ്രവാസി മലയാളികൾ ആ വേദിയെ പ്രകമ്പനം കൊള്ളിച്ചു. ആ വാഗ്ദാനമാണ് ഇന്ന് പാലിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രഖ്യാപിച്ചയാൾ മറ്റാരുമല്ല, ഈ സൗഹൃദത്തിന്റെയും അവരുടെ സിനിമാ ജീവിതത്തിന്റെയും ഒരു തിരുനോട്ടം നടത്തുന്നുവെങ്കിൽ അത് എത്തുന്നത് ഈ വ്യക്തിയിലാണ്. ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ശ്രീ അശോക് കുമാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നിശബ്ദമായിട്ടിരിക്കണം. ലാല് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ നിശബ്ദമായിട്ടിരിക്കണം പ്ലീസ്, പ്ലീസ്. മോഹൻലാൽ വളരെ 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് ഓടിയെത്തിയതാണ്. നിശബ്ദമായിട്ടിരിക്കണം. 16-ാം തീയതി നമ്മുടെ പടം റിലീസാണ്. നിശബ്ദമായിട്ടിരിക്കണം. എല്ലാം ഇതിപ്പോ ലാൽ നിങ്ങളോടിപ്പോ സംസാരിക്കുന്നതാണ്. ഓക്കെ. ലോക സിനിമയിലെ പ്രശസ്ത നടന്മാർ അസൂയയോടെ, അതിലേറെ അമ്പരപ്പോടെ കാണുന്ന അഭിനയത്തിന്റെ അമൃതകുംഭം. എഴുത്തുകാരും സംവിധായകനും സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെ തന്റെ നടന വൈഭവം കൊണ്ട് പരിപൂർണതയിൽ എത്തിക്കുന്ന പ്രതിഭ. സൗഹൃദങ്ങളെ ഉത്സവങ്ങളാക്കുന്ന ഈ കലാകാരൻ 30 വർഷം കൊണ്ട് അന്യഭാഷ ഉൾപ്പെടെ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ദേശീയ സംസ്ഥാന അവാർഡുകൾ, ഡോക്ടറേറ്റ്, ഭരത്, ലഫ്റ്റനന്റ് കേണൽ ഇതെല്ലാം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഈ നടൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്, പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ പോലെയാണ്. നമ്മുടെ എല്ലാമായ ലാലേട്ടനെ, ശ്രീ മോഹൻലാലിനെ ഈ വേദിയിലേക്ക് ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന ചിത്രത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ഉദ്ഘാടനത്തിനായി നമ്മുടെ സ്വന്തം ലാലേട്ടനെ ക്ഷണിക്കുകയാണ്. ടിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി SL വിമൽ കുമാറിനെയും സംസ്ഥാന പ്രസിഡന്റ് രാജൻ കോഴിക്കോടിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
നാടകവും ലാലേട്ടനും എന്ന ഈ ആഘോഷത്തിന്റെ ഭാഗമായി റേഡിയോ മിർച്ചി സംഘടിപ്പിച്ച മത്സരത്തിൽ നിന്നും വിജയിച്ചവർക്ക് ഈ ചിത്രത്തിന്റെ ആദ്യത്തെ ഷോയ്ക്കുള്ള ടിക്കറ്റ് ലാലേട്ടനിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മത്സരത്തിൽ നിന്നും ബിഗ് ന്യൂസ് നടത്തിയ കോമ്പറ്റീഷനിൽ നിന്നും വിജയിച്ചവർക്കായി ഉപഹാരം നൽകുന്നതിനായി ലാലേട്ടനെ വീണ്ടും ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം ലഭിച്ചവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ലാലേട്ടന് ഷേക്ക് ഹാൻഡ് കിട്ടാനുള്ള മത്സരം നടത്തി ഇവിടെ 6 പേർ വിജയികളായിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം സമ്മാനം കിട്ടിയാൽ വിനു. അടുത്തതായി ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് സുരേഷ്. അടുത്തതായി സുരേഷ്. അടുത്തത് ശ്യാം. അടുത്ത വിജയ് കൃഷ്ണചന്ദ്രൻ. അടുത്ത വിജയ് വിഷ്ണു.
അടുത്തതായി നമ്മുടെ അവസാനത്തെ വിജയി ഇന്ദു. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷം. ഇത്രയും ആവേശകരമായ ഒരു സ്വീകരണത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം എനിക്ക് താമസിച്ച് എത്താൻ കഴിഞ്ഞു. അതിനുള്ളൊരു ക്ഷമയും ചോദിക്കുന്നു. വളരെ ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതുപോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു സോങ് ഞങ്ങൾ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് താമസിച്ചത്. വളരെയധികം ട്രാഫിക്കുള്ള ദിവസമാണ്. എന്തായാലും ഇത്രയും സമയം എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ നിന്ന് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. വളരെ കാലത്തിന് ശേഷം ഞാനും പ്രിയദർശനും ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ് അറബിയും ഒട്ടകവും പി മാധവൻ നായരും. എൻ്റെ ആദ്യത്തെ സംവിധായകനായ അശോക് കുമാർ ഏതാണ്ട് 33 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്ത തിരനോട്ടം. അശോകാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. MG ശ്രീകുമാർ അദ്ദേഹമാണ് ഇതിൻ്റെ ഗാന സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും പഴയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലുണ്ടായിരിക്കുന്ന ഒരു ചിത്രം പോലെ നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കും അറബിയും ഒട്ടകവും പി മാധവൻ നായരും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ആ സിനിമ വളരെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യവും ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ആ ഭാഗ്യം കൊണ്ട് തന്നെ ഈ സിനിമയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാസനോവ എന്ന ചിത്രം ജാനുവരി 26-ാം തീയതി. ഒരുപാട് നല്ല ചിത്രങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വളരെയധികം നന്ദി. താങ്ക് യു. അടുത്തതായി ലാലേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ്